ദുഷ്ടനായ കാലിയ, നിന്നെ ഈ സമുദ്രത്തിൽ നിന്നും ഞാൻ പുറത്താക്കുന്നു. നിന്റെ ഉള്ളിൽ നിന്നും പുറത്തു വരുന്ന ദുഷ്ടചിന്തകൾ എന്ന വിഷവാതകം മനോഹരമായ ഈ ഭൂമിയുടെ ശാന്തത നശിപ്പിച്ചു. ഉടനെ പുറത്തു പോകൂ, ഒരിക്കലും തിരിച്ചു വരരുത്. അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് വൃന്ദാവനം എന്ന സ്ഥലത്ത് സമാധാനത്തിന്റെ ദൂതനായി സുന്ദരനായ ഒരു ആൺകുഞ്ഞ് ജനിച്ചു. തന്റെ കുസൃതികൾ നിറഞ്ഞ ശൈശവകാലം മുഴുവൻ അവൻ ഇവിടെ ചെലവഴിച്ചു. സ്നേഹം കൊണ്ട് വൃന്ദാവനവാസികളുടെ എല്ലാം ഹൃദയം കവർന്നു ആ ബാലകൻ. അവരോടൊത്ത് തന്റെ സമയം മുഴുവൻ അവൻ അത്ഭുതകരമായി ചിലവഴിച്ചു. ആ വനത്തിന്റെ പാതകളിൽ മുഴുവൻ അവന്റെ കൊച്ചു പാദമുദ്രകൾ പതിഞ്ഞു. മനോഹരമായ വൃക്ഷലതാദികളും ശാന്തമായ തെരുവുകളും സ്നേഹം നിറഞ്ഞ ഭവനങ്ങളും. യമുനാ നദിക്കരയിലെ മനം മയക്കുന്ന ഈ ദൃശ്യം ആ ബാലകന്റെ അത്ഭുത കഥ പറയാൻ തയ്യാറായിരിക്കുകയാണ്. അവന്റെ ഭൂതകാല ചരിത്രം പ്രാചീന ഭാരതത്തിൽ സംസ്കൃതത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതാണ് ഭാഗവത പുരാണം. തലമുറകളായി ഈ കഥകൾ വായനക്കാരുടെ മനസ്സിൽ കൃഷ്ണ ഭഗവാനെ കുറിച്ച് മായാത്ത വ്യക്തിമുദ്ര പതിപ്പിച്ചിരിക്കുന്നു. ഇതാ വൃന്ദാവനത്തിന്റെ ഹൃദയം കവർന്ന ഓമനപുത്രൻ.
ഇത് നല്ല രസമുണ്ട്. ഞാനൊരു കൂടെ നിറച്ചും ഈ രുചിയുള്ള പഴങ്ങൾ ശേഖരിച്ച് നന്ദ മഹാരാജാവിന് സമ്മാനിക്കും. നീ ചിന്തിച്ചത് ശരിയാണ് സുബല. ഇവൻ അത്ര കഠിനമായിട്ടാണ് അധ്വാനിക്കുന്നത്. ഇവൻ രാജാവിന് സമ്മാനം കൊടുക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ചിന്തിക്കാൻ പറ്റുന്നത് ഇത് മാത്രമാണ്. സുബല, നീ കുറച്ചു നേരം കിടന്നുറങ്ങ്. നല്ല ആശയമാണ് സഹോദര. ഞാൻ കിടക്കട്ടെ. പക്ഷേ കൃഷ്ണ, എന്റെ ജോലി തീർന്നില്ല. അത് ഞാൻ നോക്കിക്കൊള്ളാം സുബല. കേട്ടോ, കൃഷ്ണന്റെ മനോഹരമായ പുല്ലാങ്കുഴൽ നാദം കേൾക്കുമ്പോൾ എനിക്ക് നൃത്തം ചെയ്യാതിരിക്കാൻ കഴിയില്ല. വാ വിശാഖ, വാ ലളിത. വിശാഖ, അങ്ങോട്ട് നോക്ക്. കൃഷ്ണൻ എന്താണ് ചെയ്യുന്നെന്ന് കണ്ടോ? രാധ, കൃഷ്ണ എന്താണ് ചെയ്യുന്നതെന്ന് യശോദയോട് പറയാം. വാ, പോകാം, വാ. ഓ, എത്ര പഴങ്ങളാണെന്ന് കണ്ടോ? ഇത് ശരിക്കും അത്ഭുതം തന്നെയാണ്. എല്ലാവർക്കും കൊടുക്കാൻ മാത്രം പഴങ്ങളുണ്ടല്ലോ. ശരിയാണ്. ആരായിരിക്കും ഇതൊക്കെ പറിച്ചിട്ടത്? നീയാണോ ഈ അത്ഭുതം കാണിച്ചത് ദാദിലോബ? ദാദിലോബയ്ക്ക് എന്റെ നമസ്കാരം. ഈ വാരാന്ത്യത്തിൽ വർഷകാലം ആരംഭിക്കുന്നതാണ്. വമ്പിച്ച വിളവ് നേടാനായി കർഷകർക്ക് ധാരാളം നല്ല വിത്തുകൾ വിതരണം ചെയ്യാൻ ആരംഭിക്കണം. ഉത്തരവ്. നന്ദമഹാരാജാവേ, നന്ദമഹാരാജാവേ, രക്ഷിക്കണേ. സുഗന്ധ, എന്താണ് സംഭവിച്ചത്? നന്ദമഹാരാജൻ, ഭീകര സംഭവം. യമുനാ നദിയിൽ നിന്നൊരു വലിയ സർപ്പം പൊങ്ങിയിരിക്കുന്നു. അതിന് അനേകം തലകളുണ്ടായിരുന്നു. അത് ചുറ്റിലും വിഷം കക്കിക്കൊണ്ടിരിക്കുന്നു. എന്റെ പശുക്കൾക്ക് വിഷം തീണ്ടിയിരിക്കുന്നു. വളരെ ദുഃഖകരമായ ഒരു സംഭവമാണിത്. നമ്മെ എല്ലാവരെയും നടുക്കിയ ഒരു വലിയ ദുരന്തമാണിത്. മന്ത്രിയെയും മറ്റുള്ളവരെയും വിവരമറിയിക്കൂ. ഉടനെ നമുക്ക് യമുനാ നദിക്കരയിലേക്ക് ചെല്ലണം. സ്ത്രീകളും കുട്ടികളും വീടുകളിൽ സുരക്ഷിതരായിരിപ്പുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഉത്തരവ്. നദിക്കരയിൽ പശുക്കളെ മേയ്ക്കുന്ന കുട്ടികളോട് വേഗം അവരുടെ വീടുകളിലേക്ക് തിരിച്ചു പോകാൻ പറയൂ. അയ്യോ, എന്തുപറ്റി യശോദ? കൃഷ്ണനും ബലരാമനും യമുനാ തീരത്ത് ഗോക്കൾക്ക് ജലം കൊടുക്കുന്നത് രതി കണ്ടിരിക്കുന്നു. സുബല,
മധു പിന്നെ ബലരാമനും. ഉടനെ നമുക്ക് പോകാം. ഒട്ടും സമയം കളയരുത്. ആ കൃഷ്ണൻ അപകടത്തിലായിരിക്കുന്നു. അവനെ രക്ഷിക്കാൻ നമുക്ക് ഉടനെ പോകാം. അതെ, നമുക്ക് പോകാം. നീ ഇവിടെയുണ്ടോ? വേഗം വാ ഹംസി. കൃഷ്ണയും ഞങ്ങളും നിന്നെ കാത്തിരിക്കുകയാണ്. ഹംസി, ഹംസി നിൽക്ക്. നിനക്ക് നീന്താൻ പോലും അറിയില്ല. ആ, ആ, ആ. വിളിച്ചാലുടൻ അനുസരിക്കാൻ നീ പഠിക്കണം ഹംസക്കിടാവേ. മധു, സൂക്ഷിച്ചു പോ. അതെ, നിന്റെ വയറ്റിൽ കുറെ മാങ്ങയില്ലേ, അത് കാരണം നീ വെള്ളത്തിൽ മുങ്ങിപ്പോവും. ഓ, യമുനയിലെ വെള്ളത്തിന് എന്തൊരു തണുപ്പാ. മധു, ഹംസി ജലത്തിൽ നിന്ന് പുറത്തു കിടക്ക്. കൃഷ്ണ, ബലരാമ, സഹായിക്ക്. വേഗം വാ. സുബല, അവിടെ നിന്ന് മാറി നിൽക്ക്, വൃത്തികെട്ട സംഭവം. കൃഷ്ണ, കൃഷ്ണ, പുറകോട്ട് നോക്ക്. അനങ്ങരുത്. നീ എന്റെ കൂട്ടുകാരെ കഷ്ടപ്പെടുത്തി വേദനിപ്പിച്ചിരിക്കുന്നു. എനിക്കിത് ഒരിക്കലും സഹിക്കാൻ സാധിക്കില്ല. നിന്റെ നാശത്തിന് വേഗം തയ്യാറായിക്കോ. വേഗം വാ. കൃഷ്ണൻ എവിടെ? എന്ത് പറ്റി? അവനൊന്നും സംഭവിച്ചില്ലല്ലോ. കൃഷ്ണ, കൃഷ്ണ. നാം പറഞ്ഞതല്ലേ കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്ന്. ബലരാമ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ?
നിന്റെ സഹോദരൻ എവിടെ? കൃഷ്ണ, യശോദയ്ക്ക് എന്ത് പറ്റി? നമുക്കവനെ രക്ഷിക്കണം. വേണ്ട വേണ്ട പിതാവേ, അത് വളരെ ആപത്താണ്. പക്ഷേ കൃഷ്ണൻ കൃഷ്ണ കൃഷ്ണ, അരുത് നന്ദ മഹാരാജൻ, അത് വളരെ ആപത്താണ്. നമ്മെ പോകാൻ അനുവദിക്കൂ. നമുക്കിത് കണ്ടിട്ട് സഹിക്കാനാവുന്നില്ല. നോക്കൂ, കൃഷ്ണന്റെ പുല്ലാങ്കുഴൽ വായിക്കുന്നു. കേട്ടില്ലേ? കൃഷ്ണ, കൃഷ്ണം വന്ദേ ജഗദ്ഗുരും വന്ദേ കൃഷ്ണം. കൃഷ്ണ, അദ്ദേഹത്തെ ദയവായി കൊല്ലരുത്. ദയവായി ഞങ്ങളുടെ ഭർത്താവ് കാളിയുടെ ദയ കാണിക്കൂ. അദ്ദേഹം മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും തോറ്റിരിക്കുന്നു. കൃഷ്ണ, അങ്ങ് അദ്ദേഹത്തിന്റെ വിഷമെല്ലാം പുറത്തേക്ക് എടുത്തിരിക്കുന്നു. അദ്ദേഹം ഇനി ആർക്കും ഭീഷണിയാവില്ല. സത്യമാണോ കാളിയ? ഞാൻ അങ്ങയോട് ക്ഷമ ചോദിക്കുന്നു കൃഷ്ണ. എന്റെ വിഷം എന്റെ മനസ്സിനെ വിഷമാക്കിയിരുന്നു. ഇപ്പോൾ എനിക്ക് തെളിവായി കാണാം. സ്വന്തം വെറുപ്പും കോപവും കാരണം ഞാൻ
അന്ധനായിരുന്നു എന്ന് അങ്ങ് കാണിച്ചു തന്നു. കൊള്ളാം. ഞാൻ നിനക്ക് മാപ്പ് തന്നിരിക്കുന്നു കാലിയ. നീ ഉടനെ സമുദ്രത്തിനുള്ളിലേക്ക് പോ. ഇനി ഒരിക്കലും വൃന്ദാവനത്തിലേക്ക് തിരിച്ചു വരരുത്. പക്ഷെ കൃഷ്ണ, വിഷമില്ലെങ്കിൽ അദ്ദേഹത്തിന് പോരാടാനാകില്ല. ഞങ്ങളെ ആപത്തിൽ നിന്ന് രക്ഷിക്കാനാവില്ല. കൃഷ്ണ, അദ്ദേഹത്തിന്റെയും ഞങ്ങളുടെയും ജീവിതത്തെയും ശക്തനായ ഗരുഡനെയും ഞാൻ ഭയപ്പെടുന്നു. എന്റെ കാൽപാദം അവന്റെ തലയിൽ കാണുമ്പോൾ ഗരുഡൻ ഒരിക്കലും അവനെ കൊല്ലുകയില്ല. കൃഷ്ണ ദുഷ്ടനായ സർപ്പത്തെ ഓടിച്ചിരിക്കുന്നു. ജയ് കൃഷ്ണ. കൃഷ്ണന് മാത്രമേ ഇത് സാധിക്കൂ. ഓ കൃഷ്ണ, കൃഷ്ണ, നീ തിരിച്ചെത്തിയിരിക്കുന്നു. ഞാൻ എത്തി അമ്മേ. ഞാൻ നദിയിൽ നീന്തുകയായിരുന്നു. നീ മുഴുവനും നിഗൂഢതയാണ് പുത്ര. പക്ഷെ ഞാൻ നിന്നെ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. നീ എന്റെ പ്രിയപ്പെട്ട പുത്രനാണ്, ഓമനപുത്രൻ. അങ്ങനെ കൃഷ്ണ എന്ന വൃന്ദാവനത്തിന്റെ അത്ഭുത ബാലകൻ ഇന്നും സമയം കിട്ടുമ്പോഴെല്ലാം വായനക്കാരുടെ ഹൃദയത്തിൽ മായാതെ കിടക്കുന്നു.